ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിൽ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. തകരാത്ത ഭവനം അഥവാ ആർക്കും തകർക്കാൻ കഴിയാത്ത ഭവനം, അതിൻ്റെ 5-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അതേ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നീതി എന്താണെന്ന് തിരിച്ചറിയുന്നത് ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിൽ നമ്മൾ വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ യഥാർത്ഥ നീതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിക്കഴിയുമ്പോൾ ആ നീതി നമ്മളിൽ സ്ഥാപിതമാകാൻ, ഇന്നലകളിൽ നീതിയാണെന്ന് തോന്നിയതൊന്നുമല്ല യഥാർത്ഥ നീതി. യഥാർത്ഥ നീതി ഈ തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ളതായ വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുവിലൂടെയുള്ളതായ ജീവിതമാണ്. അതാണ് യഥാർത്ഥ നീതി. ആ യഥാർത്ഥ നീതി നമ്മളിൽ സ്ഥാപിതമാകാൻ വേണ്ടി നമ്മൾ ദാഹത്തോടെ, കൊതിയോടെ, വാഞ്ചയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ നീതിയിലേക്ക് ഒരു ദൈവവൈതൽ വന്നു കഴിയുമ്പോൾ പലപ്പോഴും കുടുംബത്തിലും അതുപോലെ തന്നെ പല മേഖലയിലും അങ്ങനെയുള്ള ദൈവമക്കൾക്ക് നീതി നിഷേധിക്കപ്പെടാം. കാരണം നിങ്ങൾ ലോകക്കാരല്ലാകിയ ലോകം നിങ്ങളെ പകയ്ക്കുമെന്നാണ്. അങ്ങനെ പഴയ നിയമ പുതിയ നിയമ ഭക്തന്മാർ വളരെ ഭക്തിയോടെ, വിശുദ്ധിയോടെ, നീതിയോടെ ജീവിച്ചവർക്ക് കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ പലപ്പോഴും നീതി നിഷേധിക്കപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെയും അവരെന്ത് ചെയ്തു? ഈ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തത്. അവർ വഴക്കുണ്ടാക്കിയെന്നോ കേസ് കൊടുത്തെന്നോ അല്ലെങ്കിൽ സമരം ചെയ്തെന്നോ എന്നുള്ളതല്ല, നീതിക്ക് വിശന്ന് ദാഹിച്ച് അവർ ദാഹത്തോടെ, വാഞ്ചയോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, ആർക്കും ഒരു ദോഷം വരണമെന്നുള്ളതല്ല, നീതി നടപ്പാക്കാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ശ്രേഷ്ഠമായ നിലയിൽ അത് ഓരോ ഭക്തന്മാരുടെയും, അത് അബ്രഹാമിൻ്റെ ജീവിതത്തിലായാലും, ദാവീദിൻ്റെ ജീവിതത്തിലായാലും, ജോസഫിൻ്റെ ജീവിതത്തിലായാലും, ഹന്നയുടെ ജീവിതത്തിലായാലും, ഇല്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം നീതി നടത്തിക്കൊടുത്തു. പുതിയ നിയമത്തിലും അപ്രകാരം തന്നെ, ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ, ഒന്ന് മാത്രം ചെയ്താൽ മതി. ദൈവസന്നിധി ദാഹത്തോടെ, വാഞ്ചയോടെ ഇരുന്നാൽ മതി. തൃപ്തി വരത്തക്ക രീതിയിൽ കർത്താവ് നമ്മെ മാനിക്കും. ഈ തിരുവെഴുത്തുകളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ. താങ്ക് യു.